ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിങ്ങനെ ഒരു ഭഗീരഥ പ്രയത്നം ചെയ്തത് അല്ലേ? അങ്ങനെ സൗഖ്യം തന്നെയാണ് സൗഖ്യം തന്നെയാണോ ദേശത്തെ പത്തിലും? അങ്ങനെ ഞാനും എൻ്റെ ദൈവം കാഴ്ചവരും എന്നിരിക്കുന്ന ദിക്കിലും നിങ്ങൾ എന്നിരിക്കുന്ന ദേശത്തെ പറ്റി ഏവരും ചേർന്ന് പിടിച്ചിട്ട് സൗഖ്യമായിട്ട് തന്നെ നാലാൾക്ക് വേണ്ട ഇരുവർക്കെങ്കിലും ബോധിക്കണമെന്ന രീതിയിൽ നടത്തിച്ചു പോരുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹമാണ് ആയതുകൊണ്ട് എങ്ങനെ ദേശത്തെ നിരക്കുന്നെങ്കിൽ തമ്മിൽ തൊട്ട് കലഹങ്ങളൊന്നും ഏവരും ചേർന്ന് പിടിച്ചിട്ടന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാലും അല്ലെ മറ്റുള്ളവരെ കൊണ്ട് കൈകൊട്ടി ഭാഷിക്കാൻ സംഗതി വരുത്താറൊക്കെ വേണം അല്ലെ. ഒരു ഇനിയോ നിങ്ങൾ നിരക്കുന്ന ഒരു വർഷം കഴിഞ്ഞ് ഒന്നിടവിട്ടിട്ടാണ് അല്ലെ. അങ്ങനെ കൂടി കാണുന്നിരിക്കുന്നതിക്കെങ്കിൽ ധനധാന്യങ്ങളുണ്ട് പുറപടി ഒതുക്കും അന്യമ്പക്കെങ്കിൽ കൊക്കരക്കാൻ സംഗതി വരുത്തിന അല്ല അല്ലേ. ഏവരും ചേർന്ന് പിടിച്ചിട്ട് അങ്ങനെ നിങ്ങളെന്നിരിക്കുന്ന ദേശത്തെ പത്തിരിക്കുന്ന ദിക്കെങ്കിൽ പത്തിങ്കൽ മുത്തായിട്ട് കണ്ടെടുത്തിരിക്കുന്ന അഭിമന്യം പുറപടികളൊന്നും ഇല്ലാതെ തക്കൊന്നും സൗഖ്യത്തിങ്കൽ തന്നെ ഇനിയും നടത്തിച്ചു പോരുവാനുള്ളതായിരിക്കുന്ന സകലവിധ സൗഭാഗ്യങ്ങളുമാണ് പ്രധാനപ്പെട്ടത്. ആ അനുഗ്രഹത്തെയാണ് എല്ലാവരും ഒരാലയിലെ ഗോക്കളെ പോലെ ഒത്തുചേർന്നിട്ടാണല്ലോ ഞങ്ങളെ കൂടി കണ്ടത് അല്ലേ. ഇങ്ങനെയാണ് ഒത്തുപിടിച്ചാലല്ലേ ഗിരിയും പോരൂ അല്ലേ ഏട്ടനമ്പടി അല്ലേ. അതുപ്രകാരം എല്ലാവരും കൊമ്പും കുളമ്പെല്ലാം കൊള്ളുന്നുണ്ടെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഒരുവന്റെ കുറവൻ ഒരുവൻ തടവി ഏകരാശിയായി കൊണ്ട് പിടിച്ചിരിക്കുന്ന വനമധുരമാണ് കണക്കൊരു വിഷമത്തിൽ അല്ലേ. അല്ലേ നിങ്ങളെ എല്ലാവരോട് അല്ലേ എന്നോട് വിഷേദിച്ചില്ല, എൻ പേര് പ്രത്യേകം ഇവിടുത്തെ ചൊല്ലിയില്ല, നമ്മൾ ദൈവം നിൽക്കുന്നതായ പദ്യം വിളിച്ചിട്ടുണ്ടായിക്കൂടാ അല്ലേ. ഞങ്ങൾക്കെല്ലാവരും ഒരുപോലെയാണല്ലോ അല്ലേ. ഏത് പ്രകാരം ഇനിയോ അങ്ങനെ ധനക്ഷാമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പിടിക്കാൻ അങ്ങനെ അന്യന്റെ കൊന്തല പിടിക്കാനും അങ്ങാടിക്കടത്തിനും സംഗതി വരുത്തിട്ട അല്ലേ. അഴിയാതെ മനസ്സെല്ലാം മണിയിച്ച് അല്ലേ. ഗോമേതകം പവിഴം ഇന്ദ്രനീലം മാണിക്കം മരതകം മുത്ത് വൈരം വൈദൂരം കുശരാഗം എന്നിരിക്കുന്നതായ മാണിക്യരത്നങ്ങള് ഒരു ചരട്ടു മുഖത്താലെ പ്രതിയുണ്ടാവുള്ളൂ ചരിത്രം അല്ലേ. കൊതികളെ അത് പ്രകാരം എല്ലാം ഒരു ചരട്ടുമ്പോൾ കോത്തപ്പിച്ച് നിങ്ങളാ അല്ലേ പ്രവിയോടുകൂടെ ഒത്തുചേർന്ന് ഞങ്ങളെ കൂടിക്കൊണ്ടു അല്ലേ. ഇനി ഇത് പ്രകാരം മത്സരം തോറും കാണാൻ പറ്റുമോ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് മനസ്സിനകത്തുണ്ടോ ഞങ്ങളെ ഉണ്ടോ അല്ലേ. കൊല്ലം തോറും കഴിക്കാതെ അല്ലേ അതിൻ്റെതായ ധനങ്ങളെല്ലാം അടുപ്പിച്ച് തന്നാലേ അല്ലേ. തച്ചു പൊടിപ്പിച്ച ഉണ്ടാവൂല, താനേ പൊഴുക്കണമല്ലോ അല്ലേ. താനെ പഴുത്തിട്ട് മതി അല്ലേ. അതൊന്നും വിഷയിച്ചാൽ അല്ലേ. അങ്ങനെയാണ് അല്ലേ. അല്ലെ ഞങ്ങളെ സാധിക്കും, നിങ്ങൾക്ക് സാധിക്കാതെ അല്ലേ. ഏത് പ്രകാരം ഒത്തുപിടിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല അല്ലേ. അനേകം അല്ലേ ഞാനും എൻ്റെ വിഷ്ണുമൂർത്തിയും തന്നിരിക്കുന്ന അഭിമാനം അനേകം മണിക്കാൻ അല്ലേ മണിക്കൻ്റെ ഞങ്ങളെ അല്ലേ. അതിനുള്ള ജനങ്ങളെല്ലാം ഞങ്ങളതിന് അടുപ്പിച്ചിരുന്നു. തോണിക്ക് തുണയായിട്ട് ഞങ്ങളുണ്ട് കേട്ടോ അല്ലേ. അന്യന്റെ മുമ്പിൽ കൈകൊട്ടി ഭാഷിക്കാനോ അങ്ങാടിക്കണത്തിനോ സംഗതി വരുത്താതെ അന്യനോട് പുക്കരിക്കാതെ ഒക്കെ കൊണ്ട് തന്നെ ആ ജനങ്ങളെ അല്ലേ നിങ്ങൾക്ക് അടുപ്പിച്ച് തന്നാൽ മത്സരം തോറും കൂടി കാണും. ചെറിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലപരിമിതി ഒരു രണ്ടൊപ്പിച്ചില്ല. അതിന് ഒരു അതിർത്തി ചെറിയൊരു പ്രയാസം രേഖകളുണ്ട്. പക്ഷേ നമുക്ക് സ്ഥലം തെരഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ സ്ഥലത്താണ് കുറച്ച് സ്ഥലമുണ്ട്. നമ്മൾ പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം കുറച്ച് നല്ല അനുകൂല സമീപനം വന്നിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ഇതാക്കോട്ട് പോയി. പിന്നെ അനുകൂല സമീപനം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടൊപ്പിച്ചൊരു മതിലിന് ഉണ്ടാകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശകലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കിനി മതിലെല്ലാറ്റിട്ട് രണ്ടൊപ്പിച്ചിട്ട് കറക്റ്റാക്കാനുള്ള രീതിയിൽ പോയിരുന്നു. പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയതാണ്. പക്ഷെ അത് സ്ഥലപരിമിതി ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആ രീതിയിൽ അത് ഞങ്ങളെ തരാൻ പറ്റില്ല. അല്ലേ അത് ഞങ്ങളെന്നിരിക്കുന്ന അല്ലേ നോട്ടുകൊണ്ട സ്ഥലമാണല്ലോ. അത് അടുപ്പിച്ച് തരും. അത് നിങ്ങളായാലും കുക്കരാൻ പോണം. അതിന്റെ മുമ്പിൽ നിങ്ങള് അല്ലേ കുക്കരക്കണ്ട. അതിന്റെ അനുഭവം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അത് അവരെ കൊണ്ട് തന്നെ ചിന്തിച്ചാൽ പോരെ അല്ലേ. അങ്ങനെയാണ് വേണ്ടത് അല്ലേ.
അതിൻ്റെതായിരിക്കുന്ന ഒരു കുറവടി ഉണ്ടാവില്ല. അല്ലേ, ഞാനും ചങ്ങാതിയും കൂടി അതൊരു കരക്ക് അടുപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നത് കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോ അനേകം നിങ്ങള് ചെന്നില്ലേ, അനേകം പുക്കരങ്ങും അല്ലേ. എങ്ങനെയാണ് നിങ്ങളെ പുക്കരക്കുമ്പോ അതിൻ്റെതായിട്ട് അനുഭവം ഞങ്ങൾക്കാണ് അല്ലേ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അനേകം പ്രവൃത്തിയെടുക്കുന്ന അത്രങ്ങളല്ലേ. ഇത് വേണ്ട, അത് ഞാനും എൻ്റെ വിഷ്ണുമൂർത്തിയും അടുപ്പിച്ച് തരും നിങ്ങൾക്ക്. കാലതാമസം വന്നാലും അത് ഇവിടെ തന്നെ എത്തും. അവരോട് പറഞ്ഞത് അല്ല സ്ഥലത്തെ പരിമിതി പിന്നെ അവരോട് സ്ഥലം തന്നെ. പക്ഷെ നമ്മൾക്കത് കാശ് കൊടുത്ത് വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ സമീപിച്ചിരുന്നത്. 12 പ്രാവശ്യം പരിശോധിച്ച് നോക്കിയിട്ടാണോ ഇതിന്റെ കണ്ടത്? അങ്ങനെ ആവട്ടെ അല്ലേ. അത് അങ്ങനെ ഒരു കലക്കങ്ങളുണ്ട് എങ്കിലും അല്ലെ, അത് ഞങ്ങൾ എന്തിരിക്കുന്ന ദൈവാധീനം നിങ്ങൾക്ക് ഒരു കരക്കടുപ്പിച്ച് തരണം അല്ലെ. നിങ്ങൾ നിരൂപിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നടത്തിച്ചു പോരുമാണതായിരിക്കുന്ന ഒരു അനുഗ്രഹം അല്ലെ, അത് തന്നെയാണ് വേണ്ടത്. ആയതുകൊണ്ട് ഞാനും ചങ്ങാതിയും കൂടിയിട്ട് അതിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ കാണിച്ചു കൊടുക്കാം. അതിൻ്റെതായിരിക്കുന്ന പെട്ടത് തന്നെ അല്ലേ ചങ്ങാതി ചേരേണ്ടത് അല്ലേ. അതിൻ്റെതായ ഇത് പ്രധാനമാണ്. വളഞ്ഞ ഭാഗത്ത് വജ്രം വെച്ച് ആ നേർ പഠിക്ക് ഞങ്ങൾ എടുത്തിട്ട് തരും അല്ലേ. ചേരേണ്ടത് അല്ലേ എപ്പോഴാണ് ചെയ്തതോ. ഇനി നിങ്ങൾ ബുക്കറക്കണ്ട. അതിന്റെ കാശ് വരെ കൊടുക്കാതെ കാശ് വേണമെന്ന് ഞാൻ ഒരു പറഞ്ഞു. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മുൻപോട്ടോ അങ്ങനെയൊന്നും പറ്റൂല അല്ല. ഏത് പ്രകാരമാണ് അല്ലേ അങ്ങനെ ഈ കൊല്ലി എടുത്തിട്ട് അല്ലേ അങ്ങനെ ചിലസ് കഴിഞ്ഞാൽ ഏത് പ്രകാരം ഉണ്ടാവും അത് പ്രകാരമാണ് ഉള്ളത്. അത് ഞങ്ങൾക്ക് തന്നെ അടുപ്പിച്ച് കൊടുക്കണത് അല്ലേ. ഒരു മത്സരത്തിനുള്ളിൽ അതിൻ്റെതായ അനുഭവം ഞങ്ങൾ കാട്ടി കൊടുക്കും കേട്ടോ. അത് നിങ്ങളിനി അവിടെ ചെല്ലണ്ട, ഇനി ബുക്കരക്കണ്ട. ഈ പ്രകാരം ഇവിടെ പ്രാർത്ഥന ചെയ്താൽ മതി എന്നെ ചങ്ങാതി കേട്ടോ. അത് ഏത് പ്രകാരം അത് നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞോ. ഇവിടെ എല്ലാവരും തീർന്നിട്ട് ഇവരെങ്ങനെ കാവ്യമായിട്ടല്ലാണ്ട് വേറെ ചക്രവാതി പൂജകളോ അങ്ങനെ എല്ലാവരും ഒന്ന് പൊക്കരുന്നു ഇവിടെ പ്രാർത്ഥനയും ശക്തിയുള്ളതായിരിക്കുന്ന ദൈവാധീനങ്ങൾ തന്നെയാണ് കേട്ടോ. കലിയുഗമാണ് ഇന്ന്. ദൈവം നാസി കരിങ്കല്ല് പ്രതിഷ്ഠ ഔഷധം കാട് ഗുരു മനുഷ്യൻ നിൽക്കുന്ന ആൾത്തരം കാണുന്ന അനേകം ഉണ്ട് അല്ലേ. ഇത് പ്രകാരമാണ്. എങ്കിലും അത് ഞാനും എൻ്റെ വിഷ്ണുമൂർത്തിയും അടുപ്പിച്ച് കേട്ടോ. തുണിക്ക് തുറയായിട്ട് ഞങ്ങളുണ്ട്. എല്ലാവരും ഒത്തുചേർന്നിട്ടാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ പ്രവൃത്തി എടുക്കുന്നത്. സെക്രട്ടറിയും പ്രസിഡന്റും ശരിക്കും ഒഴിവുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടോ? സംശയം ഏതും വേണ്ട അല്ലേ. അങ്ങനെ ഞങ്ങൾ എന്നിരിക്കുന്ന ദൈവാധീനത്തിന് മുമ്പിൽ ഒരു സംവത്സരം കഴിഞ്ഞ് ഇങ്ങനെ കൂടിക്കണ്ടിരിക്കുന്ന വേളയും ഏവരും ചേർന്നിട്ട് എടുത്തു കൊടുത്ത് കടപ്പെട്ടു പോയെന്ന് തോന്നിയിട്ടല്ലോ ദൈവത്തിന് അല്ലെ. ഒന്നെങ്കിലും അവര് മാറ്റിവെച്ചെങ്കിലും നമ്മുടെ ദൈവത്തിന് കൊടുക്കണമെന്നിരിക്കുന്ന ഭക്തിയാണ് മനസ്സിലുണ്ടായത് അല്ലേ. വിധങ്ങളെ ഇനിയും ഇതിലൊരു തലയെണ്ണം കുറയാതൊക്കെ കൊണ്ട് ഇനി ഞങ്ങളെ കൂടിക്കാണുന്ന കാലത്ത് എല്ലാവരും ഒത്തുചേർന്ന് ഇരുന്ന് ഞങ്ങൾക്കൂടി പ്രയത്നം എടുത്തു. അതിന്റെ ഗുണങ്ങൾ തറവാടുകൾ സന്താനങ്ങൾക്ക് ഞങ്ങൾ തരും കേട്ടോ. ഞങ്ങൾ ഒരേ അനേകം മൊഴിയെ കൊണ്ട് അർത്ഥത്തെ കുറക്കണ്ടല്ലോ ഞങ്ങൾ അനുഭവത്തിലായിരിക്കട്ടെ. അങ്ങനെ നാളുകളായിട്ടും ഗുണധർമ്മപത്തികളായിട്ടും നിലനിന്ന് പോരുവാനുള്ളതായിരിക്കുന്ന സകലവിധ സൗഭാഗ്യങ്ങളും ഞാനും ചങ്ങാതിവിടായി സ്ഥലം പേരുമായിട്ട് വേറിട്ട് മൊഴികളൊന്നുമില്ല. എല്ലാവരും യോജിപ്പോടും കൂടി ഒരു ചരടിക്കൽ കെട്ടിയിരിക്കുന്ന മണിയെത്തിരിക്കുന്ന പ്രകാരത്തപ്പെട്ടം തന്നെ പ്രവർത്തിക്കാറാവട്ടെ അല്ലെ. നാളെ ചെല്ലുന്നിരിക്കുന്നതിലും ഇതിലും ഉപരിയായിട്ട് അല്ലെ, അത് തന്നെയാണല്ലോ വേണ്ടത്. ഇതിലും ഉപരിയായിട്ട് നടത്തിക്കുവാനുള്ളതായിരിക്കുന്ന മഹാഭാഗ്യം അല്ലെ എന്റെ ദേശത്തെ പറ്റുന്നിരിക്കുന്നെങ്കിലും എന്റെ വൈദ്യുതി എന്തിരിക്കുന്ന ഞാനും ചങ്ങാതി വേറിട്ട് മൊഴികളൊന്നുമില്ലല്ലോ.
അപ്പോൾ ഇതിന്